കോട്ടയത്തെ രാഷ്ട്രീയ സാഹസികത കെ.എം. മാണിയെ പെരുവഴിയിലാക്കുമോ? എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മാണിക്ക് നൽകിയ പിന്തുണ രാഷ്ട്രീയ സഖ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കോടിയേരി. അവിടുത്തെ CPM-ന്റെ ജില്ലാ ഘടകം അത്തരമൊരു സമീപനം സ്വീകരിച്ചു. ആ നിലപാട് ശരിയായിരുന്നു. അതിനൊരു രാഷ്ട്രീയ സഖ്യമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർപ്പിലേക്കെന്ന സൂചന നൽകി പി ജെ ജോസഫ്. കെ.എം. മാണിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമാണ്. തിങ്കളാഴ്ച വിഷയങ്ങളൊക്കെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മോൻസും. ധ്രുവീകരണത്തിന് സമയമായെന്ന് ആന്റണി രാജു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. പാർലമെന്ററി പാർട്ടി യോഗം തിങ്കളാഴ്ച. മഹാരാജാസ് കോളേജിൽ നിന്ന് കണ്ടെടുത്തത് ആയുധങ്ങൾ തന്നെയെന്ന് പോലീസ്. കേസെടുത്തത് ആയുധ നിയമപ്രകാരം. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഉമ്മൻചാണ്ടി. പറഞ്ഞത് FIR-ലെ കാര്യങ്ങളെന്ന് പിണറായി വിജയൻ. ആയുധങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവച്ചതെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പോലീസ് നൽകിയ റിപ്പോർട്ട് പുറത്ത്. പോലീസ് മേധാവിയായി TP സെൻകുമാർ സ്ഥാനമേറ്റു. പോലീസിന് ഉപദേശകനില്ലെന്ന് സെൻകുമാർ. ശ്രീവാസ്തവ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. പോലീസ് പ്രവർത്തിക്കുക നിയമപരമായി. മുഖ്യമന്ത്രിയുമായോ സർക്കാരിനുമായോ ഏറ്റുമുട്ടലിനില്ലെന്നും സെൻകുമാർ. BJP-യെ പുകഴ്ത്തിയ ഖമറുന്നീസ അൻവറിനെതിരെ ലീഗ് നടപടി. വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. KP മറിയുമ്മയ്ക്ക് താൽക്കാലിക ചുമതല. ദേവികുളം MLA S രാജേന്ദ്രന്റെ പട്ടയം വ്യാജമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. വിവരം റവന്യൂ മന്ത്രി നിയമസഭയെ അറിയിച്ചു. PC ജോർജിന് രേഖാമൂലം മറുപടി. കേരള കോൺഗ്രസ് എമ്മുമായി രാഷ്ട്രീയ സഖ്യത്തിനില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോട്ടയത്തേത് പ്രാദേശികാടിസ്ഥാനത്തിലെടുത്ത തീരുമാനം മാത്രമാണ്. UDF-ന്റെ ശക്തി കേന്ദ്രത്തിൽ ശത്രുപക്ഷത്തെ ഭിന്നിപ്പ് മുതലെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കെ.എം. മാണിയെ ഒപ്പം കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന സൂചന നൽകിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. LDF വിപുലീകരിക്കാൻ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. കോട്ടയത്തെ നീക്കുപോക്ക് രാഷ്ട്രീയ സഖ്യമായി വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ശത്രുവർഗത്തിനിടയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭിന്നിപ്പും ഉപയോഗിക്കാനുള്ള ബാധ്യത ഉണ്ട്. അത്തരമൊരു സാഹചര്യം അവിടെ സംജാതമായപ്പോൾ അവിടുത്തെ CPM-ന്റെ ജില്ലാ ഘടകം അത്തരമൊരു സമീപനം സ്വീകരിച്ചു. ആ നിലപാട് ശരിയായിരുന്നു. അതിനൊരു രാഷ്ട്രീയ സഖ്യമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. UDF-ന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് മുന്നണി ശിഥിലമായി. UDF BJP വിരുദ്ധ നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് വന്നപ്പോൾ CPM-ന്റെ പ്രാദേശിക ഘടകം ശത്രുപക്ഷത്തെ ഭിന്നത മുതലെടുത്തു. ഇത് സ്വാഭാവികമാണെന്നും കോടിയേരി പറഞ്ഞു. അവിടെ UDF-നെതിരായിട്ട് ഒരു മത്സരത്തിൽ മാണി കേരള കോൺഗ്രസ് മുന്നോട്ട് വന്നപ്പോൾ മാണി കേരള കോൺഗ്രസിന് CPM അവിടെ കോട്ടയത്ത് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. UDF-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് കോട്ടയം. ആ കോട്ടയത്ത് UDF തകർന്നിരിക്കുകയാണ്. കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ട തുക ഉപദേശകരിൽ നിന്ന് ഈടാക്കണമെന്ന പന്ന്യൻ രവീന്ദ്രന്റെ പരിഹാസത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: അത് ആ പറഞ്ഞ നേതാവിന് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ തെറ്റായൊരു ഉപദേശം വെച്ചിട്ട് പറഞ്ഞതായിരിക്കാം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ സ്റ്റീഫൻ ജോർജ് കേരള കോൺഗ്രസ് എം, ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, NB ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ, A വിജയരാഘവൻ CPIM എന്നിവർ. ആദ്യം ശ്രീ ആന്റണി രാജു, ഇവിടെ UDF ഇനി കെ.എം. മാണിയെയോ ജോസ് കെ മാണിയെയോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു. കേരള കോൺഗ്രസിലെ മറ്റുള്ളവരുമായി പ്രശ്നമില്ല എന്നതാണ് അതിൻ്റെ സൂചന. ഒരു രാഷ്ട്രീയ സഖ്യമല്ല, പ്രാദേശികമായ ഒത്തുതീർപ്പ് മാത്രമാണ് കോട്ടയത്തുണ്ടായത് എന്ന് CPIM-ഉം വിശദീകരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് മുന്നണികൾക്കും കേരള കോൺഗ്രസിനെ വേണ്ടാതായി എന്നാണോ, അതോ ഈ പ്രത്യേക രാഷ്ട്രീയ സന്ദർഭത്തോട് അങ്ങനെ പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ? മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാനത്തോട്ട് എത്തിയതുമില്ല എന്നുള്ള ഗതികേടിലാണ് ഇന്ന് ആ പാർട്ടി നിൽക്കുന്നത്. ഞങ്ങളിത് 1 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ ശ്രീ കെ.എം. മാണിയുടെ പാർട്ടി കേരളത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും, ആ പാർട്ടി ഭിന്നിപ്പിലേക്ക് പോകും, അവരുടെ ലക്ഷ്യം BJP ആണ്. അതൊക്കെ അന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിശ്വാസമല്ല. പക്ഷേ ഇന്ന് ആ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ ഇന്ന് പറയുന്നു ഈ പാർട്ടിക്ക് ജനാധിപത്യമില്ല, മാണി ഗ്രൂപ്പിന്റെ കുടുംബവാഴ്ചയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കെ.എം. മാണി എന്താ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അഭിപ്രായ ഭിന്നതയില്ല, ഞങ്ങളെല്ലാം ഐക്യത്തിലാണെന്ന് പറഞ്ഞു. പക്ഷേ
ഇന്നലെ ചേർന്ന പാർലമെന്റ് പാർട്ടി യോഗത്തിൽ നിന്ന് പരസ്യമായി അതിന്റെ വർക്കിംഗ് ചെയർമാനും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ ആന്റണി രാജു. എനിക്ക് ശബ്ദത്തിൽ കുറച്ചും കൂടി വ്യക്തത ആവശ്യമുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം അങ്ങയിലേക്ക് വരും. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? ഒരു രാഷ്ട്രീയ സാഹസികത KM മാണി കാണിച്ചു കോട്ടയത്ത്. അതിൽ കോൺഗ്രസിന് വലിയ പരിഭവമുണ്ട്, അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അക്കാര്യം. പക്ഷേ അതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ UDFന്റെ ഒരു സ്വാഭാവിക ഘടകകക്ഷിയാണ്, ഒരു സഖ്യകക്ഷിയാണ് കേരള കോൺഗ്രസ്. അത് എക്കാലത്തും അങ്ങനെ ആയിരുന്നു താനും. ഇങ്ങനെ ഒരു മുറിവേൽപ്പിക്കൽ കോട്ടയത്ത് ഉണ്ടായതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 വർഷത്തോളം സമയമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ 4 വർഷം കഴിയണം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ KM മാണിയും UDFും തമ്മിലുള്ളൂ? അതല്ലാതെ അദ്ദേഹം LDF മുന്നണിയിലേക്കൊക്കെ പോവുക എന്നുള്ളത് വളരെ കുറഞ്ഞ ഒരു രാഷ്ട്രീയ സാധ്യത മാത്രമല്ലേ? ഈ കോട്ടയത്ത് യഥാർത്ഥത്തിൽ മാണി അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യം ചില നിലപാടുകൾ വിശദീകരിച്ചത് ഞാൻ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷെ ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞതിലൂടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ബോധപൂർവം എടുത്ത തീരുമാനമാണ്. അത് തന്നെ പാർട്ടിക്കകത്ത് പാർട്ടിയിലെ എല്ലാ ആളുകളുടെയും അംഗീകാരമില്ലാതെ മാണിയും സംഘവും ചേർന്നെടുത്ത തീരുമാനമാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നാം കാണിക്കുന്നത് UDFനകത്ത് മാണിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശക്തിയും ഒരു ആക്സെപ്റ്റബിലിറ്റിയും അത് വലിയ തോതിൽ തകരുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അത് തകരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇടതുപക്ഷത്തേക്കൊരു സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ആ സാധ്യത കൂടുതൽ കുറയുകയാണ് ചെയ്യാൻ പോണത്. കാരണം 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, പൊളിറ്റിക്കലായിട്ട് ഒരു ലയബിലിറ്റി ആയിട്ട് വരാനാണ് മാണിക്ക് സംബന്ധിച്ചുള്ള സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളും അദ്ദേഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് കൂടി അദ്ദേഹത്തിന് എതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് ഒരു പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് സെൽഫ് ഡിഫെൻസ് വളരെ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ഒരാളെ താങ്ങിക്കൊണ്ട് നടക്കേണ്ട യാതൊരു സാഹചര്യവും ഇന്ന് LDFനില്ല. ആ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ വിഷമം പിടിച്ച ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് മാണിയും കുടുംബവും പോവുകയാണ്. അതല്ലാതെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു ആക്സെപ്റ്റൻസ് കിട്ടുമെന്നോ അദ്ദേഹത്തെ ഇടതുപക്ഷം പോക്കിക്കൊണ്ട് നടക്കുമെന്നോ ഒന്നും ഇന്ന് മാണിയുടെ അവസ്ഥ അറിയുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. മാണിയെക്കൊണ്ട് പ്രയോജനം കിട്ടുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ മറ്റൊരു തരത്തിലും മാണിയെ ഒരു ബാധ്യതയായിട്ട് വരുന്ന മാണിയെ ഏറ്റെടുക്കാൻ LDF തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. മുൻകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ DIC ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുരളീധരനും പിന്നെ കരുണാകരനും ചേർന്ന് DIC ഉണ്ടാക്കിയിട്ട് പിണറായി വിജയനുമായിട്ട് അഗ്രിമെന്റ് ആയതായിരുന്നു. അവസാനം പ്രകാശ് കാരാട്ട് നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആ പരിപാടി ഇവിടെ നടക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും നയരൂപീകരണ സമിതികളുണ്ട്. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ അവിടെയാണ് എടുക്കുന്നത്. ഇതൊക്കെ മാണി പരിശോധിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചെയ്തത് വലിയൊരു രാഷ്ട്രീയ മണ്ടത്തരമാണ് എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഞങ്ങളുടെ ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ഇനി KM മാണിയെയും ജോസ് കെ മാണിയെയും കോൺഗ്രസിന് ഒരു സഖ്യകക്ഷിയായി ആവശ്യമില്ല എന്ന് പറയുകയുണ്ടായി. ഇതേ കാര്യം ഉമ്മൻചാണ്ടി പറഞ്ഞത് KM മാണി തന്നെ UDFന്റെ വാതിൽ അടച്ചു എന്നാണ്. ഇനി UDFന്റെ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്നാണ് KC ജോസഫ് പറഞ്ഞത്. ഇതൊക്കെ KM മാണി നിങ്ങളോട് ചെയ്ത ചതിയോടുള്ള ഒരു വൈകാരിക പ്രതികരണം എന്നതിനപ്പുറത്ത് ഇനി മാണി വേണ്ട എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമിതിയോ അതിന്റെ ഉന്നതാധികാര സമിതിയോ അറിയാതെ ചരൽക്കുന്നിലെ തീരുമാനം 2 വ്യക്തികളാണ് ഇവിടെ തിരുത്തിയിരിക്കുന്നത്. ചരൽക്കുന്നിൽ നിന്ന് അവരെ UDF വിട്ടുപോകാൻ തീരുമാനമെടുത്തു. BJPയോടും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും UDFനോടും സമദൂര സിദ്ധാന്തം പ്രഖ്യാപിച്ചു. അന്നൊന്നും ഞങ്ങൾ ഒരക്ഷരം ശ്രീ KM മാണിക്കെതിരെ പറഞ്ഞിരുന്നില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്ക് UDFൽ നിൽക്കണോ, UDF വിടണോ, LDFൽ പോകണോ, BJPയുമായി സഖ്യമാകണോ, ഇതൊക്കെ തീരുമാനിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ ഒരുക്കമല്ല. അതുകൊണ്ട് ചരൽക്കുന്നിലെടുത്ത തീരുമാനത്തിന് ശേഷം അവർ തന്നെയാണ് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDFൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ, ആ ധാരണ അഭംഗുരം തുടരുമെന്ന്. ആ ധാരണയാണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്. തെറ്റിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ
ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്, ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. 30 ചില്ലി കാശിനു വേണ്ടി ജൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതുപോലെ, അല്ലെങ്കിൽ പഴയ പുത്തൂരം വീട്ടിലെ ആരോമൽ ചേവർ അംഗം ജയിച്ച് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞു കുത്തിയത്, ഇത് രണ്ടും ചതിയുടെ പ്രതീകമാണ്. അതുപോലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുമ്പോൾ ആ രാജിവെക്കുന്ന വിവരം പോലും ഞങ്ങൾ അറിയിച്ചിരുന്നു. ഞങ്ങളും കേരള കോൺഗ്രസുമായി സംസാരിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ജോഷി ഫിലിപ്പിന് പകരം ഞങ്ങൾ പുതിയ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അവസാന നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിന്നിട്ട് അവസാനം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനാണ് ചതി അല്ലെങ്കിൽ വഞ്ചന. ചതിയായിട്ട് തന്നെയാണ് കാണുന്നത് കോൺഗ്രസ്. വ്യക്തമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കേരള കോൺഗ്രസ് എം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇന്നത്തെ 2 പ്രസ്താവനകൾ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന് പറഞ്ഞത് KPCC അധ്യക്ഷൻ, രണ്ടാമത്തേത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. KPCC അധ്യക്ഷൻ MM ഹസൻ പറയുന്നു, ഇനി ഈ ചതി ഞങ്ങളോട് ചെയ്ത KM മാണിയോ ജോസ് കെ മാണിയോ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷി ആയിരിക്കില്ല എന്ന്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, രാഷ്ട്രീയമായി ഒരു സഖ്യകക്ഷിയായി കേരള കോൺഗ്രസുമായുള്ള ബന്ധത്തെ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അതായത് 2 മുന്നണികളിലെയും പ്രധാന കക്ഷികൾ നിങ്ങളെ തള്ളിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മാത്ത് ഒട്ടെത്തിയുമില്ല എന്ന അവസ്ഥയിൽ പെരുവഴിയിലായോ കേരള കോൺഗ്രസ്? ഒക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് സമാധാനിക്കാം. ഞങ്ങൾ മുന്നണി വിട്ട് സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്രയോ തവണ ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ല, മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ നിലപാടെടുത്ത് ഞങ്ങൾ ഒരു മുന്നണിയുടെയും മുന്നിൽ അപേക്ഷ കൊടുത്തിട്ടില്ല, ഞങ്ങളെ ഇന്നിടത്ത് എടുക്കണേ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ഏതെങ്കിലും മുന്നണിയുടെ അപേക്ഷ കൊടുത്തതായിട്ട് അഭിലാഷിന് അറിയാവുന്ന ഇല്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു മുന്നണിയിലേക്ക് പോകേണ്ടി വരില്ലേ ശ്രീ ജോസഫ് എം പുതുശ്ശേരി? പക്ഷെ അങ്ങനെ മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും. അതാണ് പൊതുവിൽ എല്ലാവരും എടുക്കുന്ന സമീപനം. അതൊക്കെ അന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് എത്രയോ തവണ വ്യക്തമാക്കി, ഒരു മുന്നണിയുടെയും ഭാഗമല്ല, ഞങ്ങൾ ഒരു മുന്നണിയോടും അത്തരത്തിലൊരു സമീപനമില്ല, ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് എത്രയോ തവണ വ്യക്തമാക്കി. എന്നിട്ടും മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകാമോ ഇങ്ങോട്ട് പോകാമോ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ അഭ്യുതകാംക്ഷികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇല്ലായ്മ ആകണമെന്ന് ആഗ്രഹിച്ച് തൽപര കക്ഷികൾ നടത്തുന്ന വ്യാഖ്യാനം മാത്രമാണോ ശ്രീ ജോസഫ് എം പുതുശ്ശേരി? കഴിഞ്ഞ 2 ദിവസങ്ങളിലെ KM മാണിയുടെ മാധ്യമങ്ങളോടുള്ള സംസാരം എടുത്തു നോക്കിയാൽ കാര്യങ്ങൾ കുറെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, ഒരു തവണ അദ്ദേഹം പറഞ്ഞു, UDFനോട് ഞങ്ങൾക്ക് അന്ധമായ അകൽച്ച ഉണ്ടായിരുന്നില്ല, മുന്നണി ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷവും ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് UDFനോടായിരുന്നു താല്പര്യം, അതായത് കോട്ടയത്ത് UDFന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയമായ നിലപാട്. പക്ഷേ പിന്നീട് DCCയുടെ ഭാഗത്ത് നിന്ന് ചില വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ വേറൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് UDF ആയിരുന്നു ഞങ്ങൾക്ക് താല്പര്യം എന്ന് ആവർത്തിച്ച് പറയുകയും KPCCയിലും DCCയിലും ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് അവിടെ നിന്ന് ഉപാധിരഹിതമായ ഒരു ക്ഷണം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്നതിന്റെ സൂചനയാണല്ലോ. അല്ല, അതും ഞാൻ പറഞ്ഞല്ലോ, അത് അഭിലാഷിന്റെ വ്യാഖ്യാനമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കേരള കോൺഗ്രസ് ഇപ്പോൾ നടത്തിയതല്ലോ. വളരെ നേരത്തെ തന്നെ ഇതുമായി മുന്നണി വിട്ടതിന് ശേഷമുള്ള എത്രയോ സന്ദർഭങ്ങളിൽ പറഞ്ഞു, അന്ധമായ വിരോധം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കേരള കോൺഗ്രസിലില്ല. അതേസമയം തന്നെ അമിതമായ വിധേയത്വം ഒരു പാർട്ടിയോടുമില്ല. ഇത് കേരള കോൺഗ്രസിന്റെ സമീപനമാണ് എന്ന് എത്രയോ തവണ വ്യക്തമാക്കിയതാണ്. ആ വ്യക്തമാക്കിയതൊന്നും ബാധകമല്ല, ഇപ്പോൾ പറഞ്ഞതാണ് ബാധകം എന്ന് പറയുന്നതിന്റെ പിന്നിലെ കുൽസിതമായ ചിന്തയാണ് സംശയാസ്പദം. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. അങ്ങ് ശ്രീ A വിജയരാഘവൻ ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു, രാഷ്ട്രീയമായ ഒരു സഖ്യമായി KM മാണിയുമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രാദേശിക ധാരണ വളർത്താൻ CPIMന് ഉദ്ദേശമില്ല എന്ന്. അത് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ശക്തമായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള നിലപാടാണോ? കളങ്കിതരെന്ന്, കോഴക്കാരെന്ന് മുദ്ര കുത്തിയവരുമായി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ ബാന്ധവം അവസരവാദപരമാണ് എന്ന് മുന്നണിക്കകത്തും പുറത്തും ശക്തമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വരികയാണോ CPIMന്? അല്ല, CPIMനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് UDFൽ ഉണ്ടായ ഒരു തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു നിലപാട്
CPIM സ്വീകരിക്കേണ്ടായി. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രാദേശിക ഭരണസമിതികളുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ CPM സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാടിൻ്റെ തുടർച്ചയാണ്. അല്ലാതെ അതിൽ അസംഭാവ്യമായതോ അല്ലെങ്കിൽ പുതിയതായതോ ആയ ഒരു കാര്യമില്ല. അത് പ്രാദേശികമായ ഒന്നാണ്. അതും ഒരു രാഷ്ട്രീയ സഖ്യവും രണ്ടാണ്. രാഷ്ട്രീയ സഖ്യം ഒട്ടേറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്. അപ്പോൾ അതൊരു പ്രാദേശികമായുണ്ടായ ഒരു UDF-ലെ ഭിന്നിപ്പിനെ അതിൽ ആ ഭിന്നിപ്പിന്റെ മുന്നിൽ കാഴ്ചക്കാരായി നിൽക്കുകയല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM ചെയ്യുക. അതിനെ അഴിമതി അംഗീകരിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തോ വലിയ അത്യാപൽക്കരമായ രാഷ്ട്രീയ അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കുക എന്നുള്ള ഒരു നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം CPM അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ CPM അതിൽ നിന്ന് എന്തെങ്കിലും ആ നിലപാടിലൂടെ എന്തെങ്കിലും പദവി മാണി കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ലഭ്യമാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപസ്വരങ്ങൾക്ക് ഒരു സാധുത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് UDF-ലെ ഒരു ഭിന്നിപ്പിനെ ആ രംഗത്ത് കാഴ്ചക്കാരായില്ല എന്നുള്ളതാണ് CPM സ്വീകരിച്ച നിലപാട്. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ തന്നെയാണ് CPM ഇതിന് മുമ്പ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നാളെയും അത്തരം നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും. അല്ല, അക്കാര്യത്തിൽ ശ്രീ A. വിജയരാഘവൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന വേളയിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതും ഈ KM മാണിക്കെതിരെയാണ്. രാഷ്ട്രീയമായ പോരാട്ടം നടത്തിയിട്ടുള്ളതും ഈ KM മാണിക്കെതിരെയാണ്. ഒരു വർഷം കഴിയുമ്പോൾ ആ KM മാണിയുടെ പാർട്ടിയുടെ പ്രതിനിധികളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക, ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതിനെ അധാർമികമായി ആണ് CPI പോലും കാണുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങളാണല്ലോ നിങ്ങൾക്ക് നേരിടേണ്ടിയും വന്നിട്ടുള്ളത്. അങ്ങനെ കോട്ടയത്തൊരു സഖ്യമാകാമെങ്കിൽ പിന്നെ കേരളത്തിലും സംസ്ഥാന തലത്തിലും എന്തുകൊണ്ട് ധാരണയായിക്കൂടാ എന്ന് ന്യായമായും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കോൺഗ്രസും BJPയുമാണ് ഞങ്ങളുടെ വലിയ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ റദ്ദായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അങ്ങനെ റദ്ദാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടൊരു കാര്യം, ഇത് രാഷ്ട്രീയത്തിൽ ഒരു പൊതു നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണയായിട്ട് ഇന്നത്തെ ഒരു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ BJPയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നമ്മൾ സാധാരണയായിട്ട് സ്വീകരിച്ചു പോരുന്നത്. ആ നിലപാടുകൾക്ക് അത് പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ്. CPIMന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നിലപാടിന് അനുസൃതമായാണ് CPIM അതിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നിലപാടുകളും സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടക്കുകയല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുണ്ടാക്കുകയുമല്ല. ഇത് ഇപ്പൊ സംഭവിച്ചത് പിന്നെ അവിടെ കോട്ടയത്ത് UDF-ൽ ഒരു തർക്കമുണ്ടായിരിക്കുന്നു. UDF-ൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആയിക്കൂടാ, ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് നിലപാടാണ്. അതിന് ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ശരി, ഞങ്ങൾ അതിൽ പ്രത്യേകിച്ച് ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ രാഷ്ട്രീയ അവസരവാദമില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ആന്റണി രാജു, ഇന്ന് ഫ്രാൻസിസ് ജോർജ് നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, KM മാണിയോ ജോസ് കെ മാണിയോ ഉള്ള ഒരു മുന്നണിയിൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോസ് കെ മാണിയും KM മാണിയും ഇല്ലാത്ത ഒരു കേരള കോൺഗ്രസ് UDF മുന്നണിയുടെ ഭാഗമായി ഉണ്ടാകും എന്നാണോ, അതോ LDF-ലേക്ക് ഈ രണ്ട് കൂട്ടരും വരുകയില്ല എന്നാണോ? ഇതേതാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണമാണ് കേരള കോൺഗ്രസുകൾക്ക് അകത്ത് നടക്കുന്നത്? ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഏകീകരണമാണ് കേരള കോൺഗ്രസുകൾക്ക് അകത്ത് നടക്കാൻ പോകുന്നത്? LDF-ലേക്ക് ശ്രീ KM മാണിയുടെ പ്രവേശനം അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന്റെ പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ഉറച്ച അറിവിലുമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അത്തരം ഒരു നിലപാടെടുത്തത്. ഞാൻ കേരള കോൺഗ്രസിൽ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മാണി ഗ്രൂപ്പ് ഇന്ന് ഛിന്ന ഭിന്നമാകാൻ പോകുന്നു. മാണി ഗ്രൂപ്പിലെ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞ ശ്രീ KM മാണി നാവടക്കുന്നതിന് മുമ്പ് തന്നെ വർക്കിംഗ് ചെയർമാൻ P. ജോസ് സാർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. പരസ്പരം ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഒരു ജനസമൂഹത്തിന് മുമ്പിൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഇവിടെ കോട്ടയത്ത് അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയിരുന്ന കരാറ് തീരുമാനം
പരസ്യമായി ലംഘിച്ചുകൊണ്ട് മറ്റൊരു ബാന്ധവത്തിലേക്ക് പോയതോടുകൂടി കോൺഗ്രസ് പാർട്ടി UDF-നോട് എടുത്തിരുന്ന രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി മാണി ഗ്രൂപ്പ് ചരക്കായി മാറി ഇന്ന് രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടിയായി മാറിയതുകൊണ്ട് മാണി ഗ്രൂപ്പിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് ഇന്നലെ പാലായിൽ ചേർന്ന യോഗത്തിൽ 3 MLA-മാർ പങ്കെടുക്കായിരുന്നു. അവസാനം ഒരു MLA കാല് പിടിച്ച് വിളിച്ചുകൊണ്ട് പോയി. 3 MLA-മാർ പ്രതിഷേധിച്ച് പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിയോടെ ആ പാർട്ടിയിലെ ഭിന്നിപ്പ്, ആ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം, ആ പാർട്ടിയുടെ തകർച്ച പാർട്ടിയുടെ തകർച്ച എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിൽ ശ്രീ ആന്റണി രാജു ഇന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമല്ല PJ ജോസഫ് പറഞ്ഞത്. ജോസ് കെ മാണിയോട് അതൃപ്തി ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതൊക്കെ തിങ്കളാഴ്ച കഴിഞ്ഞ് പറയാം എന്ന മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. അതല്ലാതെ ജോസ് കെ മാണിയിൽ അതൃപ്തി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. താങ്കൾക്ക് നന്നായി അറിയാമല്ലോ PJ എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോ അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള ഒരു പാർട്ടിയൊക്കെ രൂപീകരിക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ഉണ്ടോ ആ വിഭാഗത്തിന്? അങ്ങനെ ഒരു പുതിയ പാർട്ടി, പുതിയ കേരള കോൺഗ്രസ്, ജോസ് കെ മാണിയും ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെങ്കിൽ ആ കേരള കോൺഗ്രസിൽ ആരൊക്കെ ഉണ്ടാകും? PJ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ നിങ്ങളൊക്കെ ഉണ്ടാകുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാണി ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ PJ ജോസഫ് സാറും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അണികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള കേരള കോൺഗ്രസ്സുകാരന് ശ്രീ KM മാണിയുടെയും മകൻ്റെയും കുടുംബവാഴ്ചയിൽ ആ തടവറയിൽ നിൽക്കാൻ കഴിയില്ല. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വർഷം മുമ്പ്, മറ്റുള്ള എല്ലാവരും മനസ്സിലാക്കാൻ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. PJ ജോസഫ് സാറിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മിതഭാഷിയാണ്, സൗമ്യനാണ്, ശാന്തനാണ്, അധികം സംസാരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുക്കാതെ PJ ജോസഫ് സാറിന് ഈ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞ വാചകങ്ങൾ പറയാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം PJ ജോസഫ് സാറും കൂട്ടരും മനസ്സിൽ ഉറച്ച തീരുമാനം രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ശ്രീ ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ കേരള കോൺഗ്രസിനെ പിളർത്തുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ടോ? ഇതിപ്പോ ആദ്യമായിട്ടല്ല. കോടതി ഒരു പരാമർശം നടത്തുകയും തുടർന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ KM മാണി ഒരു ഭാരമാണ് എന്ന് പ്രതികരിക്കുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു. അങ്ങനെ രാജിവെക്കുമ്പോൾ ഒപ്പം PJ ജോസഫിനെയും രാജിവെപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം സമ്മർദ്ദം ചെലുത്തിയതാണ്. ആ വേളയിൽ PJ ജോസഫിനെ പ്രത്യേകമായി കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. ആ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ മന്ത്രിമാരായ കോൺഗ്രസിന്റെ ദൂതർ PJ ജോസഫുമായി ആശയവിനിമയം നടത്തുകയുണ്ടായിരുന്നു. അതായത് KM മാണി ഇനി എന്ത് സാഹസം ചെയ്താലും ഒപ്പം PJ ജോസഫ് ഉണ്ടാകില്ല എന്ന് അന്ന് തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ തീരുമാനം വരുമ്പോഴും PJ ജോസഫിന് ശക്തമായ അമർഷമുണ്ട്. അദ്ദേഹം അത് പഴയതുപോലെ മൂടി വെക്കുന്നില്ല, ഓപ്പണായി പറയുകയും ചെയ്യുന്നു. കേരള കോൺഗ്രസ് പിളർന്ന രൂപത്തിൽ UDF-ൽ തുടരുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരള കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ 40-45 വർഷക്കാലത്തെ ബന്ധമാണുള്ളത്. ആ ബന്ധത്തിൽ മറ്റൊരു നേതാവിനും കൊടുക്കാത്ത അമിതമായ രാഷ്ട്രീയ പ്രാധാന്യവും ബഹുമാനവുമാണ് കോൺഗ്രസും UDF-ഉം ശ്രീ KM മാണിക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരിക്കുമ്പോൾ ശ്രീ KM മാണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സകല ആരോപണങ്ങളിലും സുശക്തമായ പ്രതിരോധ നില കെട്ടിപ്പടുക്കുവാനും അദ്ദേഹത്തെ ആക്രമിച്ച ഘട്ടങ്ങളിലെല്ലാം പ്രത്യാക്രമണം നടത്തി അവരെ കീഴ്പ്പെടുത്താനും തയ്യാറായതിന് മുൻകൈയെടുത്തത് കോൺഗ്രസ് ആണ്. അപ്പോൾ സ്വാഭാവികമായി മാണിയുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം വളരെ വലുതാണ്. ആ ബന്ധത്തിനാണ് ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനകത്തൊരു നേതൃമാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ, പുത്രവാത്സല്യം കൊണ്ട് അന്ധനായ ഒരു പിതാവ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വിളിച്ചു കൂട്ടാനോ ഉന്നതാധികാര സമിതി വിളിച്ചു കൂട്ടാനോ തയ്യാറാകാതെ എല്ലാവരും തൻ്റെ ഏറാമൂളികളായി ഇതിനകത്ത് നിലനിൽക്കുമെന്നുള്ള അന്ധമായ വിശ്വാസത്തിലാണ് ഈ തീരുമാനമെടുത്തതെങ്കിൽ, ആ തീരുമാനത്തോടൊപ്പം ആരെങ്കിലും ഇല്ലെന്ന് പ്രഖ്യാപിച്ച് അതിനകത്തു നിൽക്കുന്ന ആർക്കെങ്കിലും UDF-നോട് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തെ അംഗീകരിക്കാനാണ് കോൺഗ്രസ് പാർട്ടിക്ക് താല്പര്യം. അല്ലാതെ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ശ്രീ ജോസഫ് എം പുതുശ്ശേരി, KM മാണിയും ജോസ് കെ മാണിയും ഇല്ലാത്ത ഒരു പ്രബലമായ കേരള കോൺഗ്രസിനെയാണോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്? അങ്ങനെ ഒരു കേരള കോൺഗ്രസ് ഉണ്ടാകുമോ? ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ കേരള കോൺഗ്രസിന്റെ നാശം ആഗ്രഹിക്കുന്ന, കേരള കോൺഗ്രസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന
രാഷ്ട്രീയ ശത്രുക്കളുടെ മോഹം മാത്രമാണ്. കേരള കോൺഗ്രസിൽ നടപടികളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല. അഭിപ്രായങ്ങളൊക്കെ പാർട്ടി ഫോറത്തിൽ പറയും, ചർച്ച ചെയ്യും, പരിഹരിക്കും. ആ നിലയിൽ കേരള കോൺഗ്രസ് മുന്നോട്ട് പോകും. ബാക്കിയൊക്കെ ഉള്ളത് വെറും വ്യാമോഹം മാത്രമല്ല. ഒരു പാർലമെന്ററി പാർട്ടി ചേരാൻ പോലും കഴിയാത്ത വിധത്തിലേക്കുള്ള അഭിപ്രായ ഭിന്നത എന്നുള്ളത് ചെറിയൊരു അഭിപ്രായ ഭിന്നതയല്ലല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? നിങ്ങൾ സത്യസന്ധമായി ഇന്ന് പി ജെ ജോസഫ് സാർ പറഞ്ഞിരുന്ന വാചകം സത്യസന്ധം, ആ വാചകം അതുപോലെ എടുത്തുപയോഗിച്ചാൽ അഭിലാഷിന് ഈ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, ആ അസൗകര്യം ഞാൻ അറിയിച്ചിരുന്നു, പിന്നെ തിങ്കളാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാർട്ടി യോഗം കൂടാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ ശ്രീ ജോസഫ് പുതുശ്ശേരി, ശരി, അങ്ങനെ മാത്രമാണോ അദ്ദേഹം പറഞ്ഞത്? പി ജെ ജോസഫിനോട് ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ, പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുണ്ടോ? അദ്ദേഹം പറയുന്നു ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, തിങ്കളാഴ്ച യോഗം കൂടുന്നുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ അതിനുശേഷം പറയാം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ജോസ് കെ മാണിയോട് താങ്കൾക്ക് അതൃപ്തിയുണ്ടോ? അദ്ദേഹം ജോസ് കെ മാണിയോട് എനിക്ക് അതൃപ്തി ഇല്ല എന്നല്ല പറഞ്ഞത്, അതൊക്കെ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് പറയാം, യോഗത്തിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പറയാം എന്ന് മോൻസ് ജോസഫ് പറയുമ്പോൾ എന്താ അതിൽ നിന്ന് വ്യക്തമാകുന്നത്? പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നില്ല ഒരർത്ഥത്തിൽ പോലും പി ജെ ജോസഫോ അദ്ദേഹത്തിനൊപ്പമുള്ളവരോ. യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് അർത്ഥം എന്തിനാ കാണുന്നത്? അതാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ മറ്റ് അജണ്ടയുണ്ട്, പഴയതുപോലെ അജണ്ടയുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചർച്ച ചെയ്തല്ലോ അഴിമതിക്കാരനെന്ന് പറഞ്ഞു. ഞാൻ വിനയപൂർവ്വം അഭിലാഷിനോട് ചോദിക്കുക, ഈ നിമിഷം വരെ കേരളത്തിലെ ഏതെങ്കിലും കോടതി കെ എം മാണി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ശ്രീ ജേക്കബ് തോമസ്, മാണി സാറിനെ എങ്ങനെയും കൊടുക്കണം, അതിന് ഭൂതക്കണ്ണാടി വെച്ച് അന്വേഷിച്ച ജേക്കബ് തോമസ് ആണ് 9 മാസക്കാലം വിജിലൻസിന്റെ ചുമതല വഹിച്ചത്. അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേക ടീമിനെ രൂപീകരിച്ചു. അവരന്വേഷിച്ചിട്ട് ഈ 9 മാസത്തിനിടയിൽ, 9 മാസം കഴിഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനയനം, ആ 9 മാസത്തിനിടയിൽ ഒരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയുടെ റിപ്പോർട്ട് അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. ആ കാര്യത്തെ കുറിച്ചാണ് വീണ്ടും അയക്കുന്നത്. അപ്പൊ അതിനുള്ള താല്പര്യം നമുക്ക് മനസ്സിലാകും. കാരണം നേരത്തെ സുകേശനടക്കമുള്ള ആളുകളും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് നടത്തിയ പിന്നെ ഒളിക്യാമറ ഓപ്പറേഷനൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അതൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്ക് വാർത്ത പുറത്തു കൊണ്ടുവരാൻ ഏത് തരത്തിലാണ് ഒളി ക്യാമറ എങ്കിൽ ഒളി ക്യാമറ, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. അതല്ലാതെ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി കെ മാണിയോട് യാതൊരു വിദ്വേഷവുമില്ല സാർ. അഴിമതിക്കാരനായത് എന്നുള്ള പ്രയോഗം അഴിമതിക്കാരൻ എന്നുള്ള പ്രഖ്യാപനമല്ല, മറിച്ച് അഴിമതി ആരോപണം നേരിട്ട്, അഴിമതി ആക്ഷേപങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് ആ ടാഗ് കളയണമെങ്കിൽ അദ്ദേഹം കുറ്റവിമുക്തനാകണമല്ലോ. കേസ് ഇപ്പോഴും നടക്കുകയാണല്ലോ, നടന്നു കഴിയട്ടെ. ചില കേസുകളിൽ കെ എം മാണി കുറ്റവിമുക്തനായല്ലോ, അതുപോലെ എല്ലാ കേസുകളിൽ നിന്നും കെ എം മാണി കുറ്റവിമുക്തനാകട്ടെ. അക്കാര്യത്തിൽ യാതൊരു തരത്തിലും കെ എം മാണി കുറ്റവിമുക്തനാകരുത് എന്ന അഭിപ്രായമില്ല. കെ എം മാണി കുറ്റവിമുക്തനായി സൂര്യശോഭയോടെ തിരിച്ചു വന്നോട്ടെ, അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇവിടെ നമ്മൾ രാഷ്ട്രീയമല്ല ശ്രീ ജോസഫ് പുതുശ്ശേരി പറയുന്നത്. വളരെ കൃത്യമായി പി ജെ ജോസഫും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അഭിപ്രായ വ്യത്യാസം പറയുന്നു. പാർട്ടിയെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ മുൻപ് തന്നെ ഉണ്ടായിരുന്ന, അതായത് പി ജെ ജോസഫും കൂട്ടരും 2011 വന്നവരാണല്ലോ, 2010 വന്നവരാണല്ലോ, അതിന് മുൻപുണ്ടായിരുന്ന ആളുകൾ പോലും തയ്യാറാകാതെ നിൽക്കുന്ന കെ എം മാണിയും ജോസ് കെ മാണിയും മാത്രം ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാകുമോ എന്ന്. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. അതിന് ആദ്യം പറഞ്ഞു, ഒന്നുകൂടെ പറയട്ടെ. ഇപ്പോ അഭിലാഷ് പറഞ്ഞല്ലോ, കോടതി പറഞ്ഞല്ലോ, കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങളും തയ്യാറാവണം. ഒരു നീതിയായ കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുകയാണല്ലോ. കോടതി അടിസ്ഥാന പ്രമാണം തന്നെ എന്താണ്? Until and unless a case is proved, the presumption is that the person is an innocent എന്നാണ് അടിസ്ഥാന പ്രമാണം. ആ അടിസ്ഥാന പ്രമാണം പോലും മറികടന്ന് ഒരാളെ കുറ്റവാളിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചിത്രീകരിക്കുന്നതാണ് ഈ കാര്യത്തിലുള്ള അധാർമികത എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കേസ് വരട്ടെ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കേസിന് വേണ്ടി എത്ര അന്വേഷണം വേണമെങ്കിലും നടന്നോട്ടെ, കോടതി പരിഗണിക്കട്ടെ എന്നല്ലേ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞത്. കോടതി വിധി വരട്ടെ, ആ കോടതിയുടെ വിധിയാണ് ഇന്ത്യയിൽ ഭരണഘടനാപരമായി അംഗീകരിക്കേണ്ട കാര്യം. അതാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ നിലയിൽ. അപ്പൊ അവിടെയും മറ്റു താല്പര്യങ്ങളുണ്ട്, ഇപ്പോഴും മറ്റു താല്പര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. ബഹുമാനായ ശ്രീ പി ജെ ജോസഫ് അടക്കമുള്ള ആളുകൾ കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞു, ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി, അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ അനുഭവിച്ചോളും എന്ന് പറഞ്ഞു. അത്തരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചും മറികടന്നുമാണ് കേരള കോൺഗ്രസ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നത്. താങ്കൾ തുടരണം ശ്രീ ജോസഫ് പുതുശ്ശേരി, താങ്കൾ തുടരണം. ഓരോ സെക്കൻഡ്. ശ്രീ എൻ പി ചെക്കുട്ടി, പക്ഷേ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അങ്ങനെ പൂർണ്ണമായും വാതിലടയ്ക്കുന്ന ഒരു സംവിധാനമാണോ? ഇതിനേക്കാളും രൂക്ഷമായ പദപ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും DIC രൂപീകരണ കാലത്തുണ്ടായിരുന്നു. അന്ന് രൂക്ഷമായ ഭാഷയിൽ 1 വർഷത്തിലധികം
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പയിൻ നടത്തിയ കെ മുരളീധരൻ 2006 ആകുമ്പോൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ LDF-ൽ നിന്ന് തള്ളപ്പെട്ട് വന്നിട്ട് പോലും UDF-ൽ മാന്യമായ അക്കോമഡേഷനോടുകൂടി 21 സീറ്റോടുകൂടി ആ കക്ഷി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായ കേരള കോൺഗ്രസിനെ ഈ കോട്ടയം സംഭവത്തിൻ്റെ പേരിൽ പൂർണ്ണമായും അങ്ങ് കൈയൊഴിഞ്ഞു കളയും കോൺഗ്രസ് എന്ന് കരുതുന്നത് ശരിയാകുമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാണി നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രാധാന്യമൊന്നും മാണിക്ക് കേരളത്തിലില്ല. മാണിയും മാണിയുടെ കുടുംബവും മാത്രം ആയിട്ടുള്ള ഒരു ഇടപാടൊന്നും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. മാണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലുള്ളത്. അത് വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾക്കിടയിൽ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ പുതിയ നിലപാടുകൾ വന്നിട്ടുണ്ട്. ഈ മുരളീധരൻ്റെ കാര്യത്തിൽ തന്നെ മുരളീധരൻ DAC ശ്രമമൊക്കെ പരാജയപ്പെട്ടിട്ട് മുരളിക്ക് തിരിച്ചു വരാൻ വളരെയേറെ പാടുപെടേണ്ടതായിട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെയാണ് കോൺഗ്രസിൽ അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ കിട്ടിയത്? വളരെ ദീർഘകാലം അദ്ദേഹത്തിന് പുറത്തു നിൽക്കുന്നുണ്ട്. കരുണാകരൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് വളരെ ഗതികെട്ട് അവിടെ ഡൽഹിയിൽ പോയി തണുപ്പ് കാലത്ത് ആ ജനപത്തിന് മുമ്പിൽ പാടുപെട്ട് നിന്നതിന് ശേഷമാണ് മുരളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഡൽഹിയിലായിരുന്നു. കരുണാകരൻ്റെ അവസാന ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മുരളിക്ക് തിരിച്ചു വരാൻ പറ്റി. എനിക്ക് നേരിട്ട് അറിയുന്നൊരു കാര്യമാണ്. മുരളി രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കം മുരളിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും മാണിയെ സംബന്ധിച്ചോളം ബാധകമല്ല. മുരളിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു അപജയത്തിൻ്റെ യുഗത്തിലാണ് മാണി ജീവിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും ശരി, ഒരു വലിയ പരിധിവരെ മാണി കളങ്കിതനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവും കളങ്കിതരാണ് എന്ന തരത്തിൽ ഒരു പൊതു ധാരണ വളർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നോക്കി കോൺഗ്രസ് എന്തിൻ്റെ ആവശ്യമുള്ളത്? ഇങ്ങനെയൊരു എടുക്കാച്ചരക്കിനെ പിടിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും കേരള കോൺഗ്രസിന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് വേറൊരു സാധ്യത കൂടിയുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വളരെ ശക്തമായ ജനവികാരം വളർന്നു വരുന്നുണ്ട്. അതിന് കാരണം അവർ തന്നെയാണെങ്കിൽ പോലും ആ സമരത്തിൻ്റെ മുൻനിരയിൽ കോൺഗ്രസ് നിൽക്കുകയാണെങ്കിൽ, ജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന് മുമ്പിൽ കോൺഗ്രസ് നിൽക്കുകയാണെങ്കിൽ, മാണിയൊന്നൊരു മാണിയെപ്പോലുള്ള ആളുകൾ ഇല്ലാതെ തന്നെ കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ എ വിജയരാഘവൻ, മാണി ഒരു ബാധ്യതയായി കോൺഗ്രസുകാർക്ക് തോന്നുമ്പോൾ മാണി ഒരു സാധ്യതയായി ഇടതുപക്ഷത്തിന് തോന്നേണ്ട കാര്യമേ ഉദിക്കുന്നുണ്ടോ? ഇവിടെ KM മാണി അഴിമതിക്കാരൻ എന്ന ഒരു ടാഗ് ചുമക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ കോടതിയിലുള്ള കേസ് എന്തുമാകട്ടെ, രാഷ്ട്രീയമായി സത്യസന്ധതയുടെ പ്രശ്നമുണ്ടല്ലോ, ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് മത്സരിച്ചതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അതിനേക്കാൾ മുൻപുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു മുന്നണിയുമായി ബന്ധം വിച്ഛേദിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചു? അന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു എന്ന നിലപാടിന് കൃത്യമായ ഒരു വിശദീകരണം ആ പാർട്ടിക്കില്ല. എന്തിന് ഈ കോട്ടയം സംഭവം നടന്ന ആദ്യത്തെ ദിവസം അതിനനുകൂലമായി പ്രതികരിച്ച് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് അത് ദൗർഭാഗ്യകരമായി പോയി എന്ന് യൂട്ടേൺ അടിക്കേണ്ടി വന്നു KM മാണിക്ക്? ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സാധ്യതയെ ഇടതുപക്ഷം ഉപയോഗിക്കേണ്ടതുണ്ടോ? അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? UDF എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ജീർണത ബാധിച്ച ഒരു രാഷ്ട്രീയം. UDF-ന്റെ ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ എല്ലാ ജീർണതകളുടെയും അടിത്തറയാണ്. ഈ കൊട്ടിഘോഷിക്കുന്ന നമ്മളെല്ലാം പറയുന്ന മാണിക്കെതിരായ ആക്ഷേപങ്ങളിൽ ഒന്ന് അഴിമതിയാണല്ലോ. അഴിമതിയില്ലാത്ത ഏതെങ്കിലും UDF നേതാവുണ്ടോ? അപ്പോൾ അഴിമതി എന്നത് അവർ കൂട്ടായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തീവ്രപരമായ വർഗീയത, അതുപോലെ തന്നെ BJP-യുമായുള്ള ബന്ധസൗഹൃദങ്ങളും പിന്നെ കൂട്ടുകെട്ടുകളും, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലെ എല്ലാത്തരം ജീർണതയും, പിന്നെ നമ്മൾ കണ്ട സരിതാ സംഭവം പോലെയുള്ള വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, എല്ലാ ജീർണമായ രാഷ്ട്രീയത്തിൻ്റെയും പ്രതീകമാണ് UDF. ആ UDF അതുപോലെ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ അതിനകത്തൊരു ഭിന്നിപ്പുണ്ടാകുമ്പോൾ ആ ഭിന്നിപ്പുണ്ടാവണ്ടേ? അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? UDF-ന്റെ തകർച്ചയിൽ ഞങ്ങളെന്തിനാ കാഴ്ചക്കാരെ എടുക്കേണ്ടത്? ആ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയ സഖ്യമല്ല, അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിലുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ ശ്രീ എ വിജയരാഘവൻ, അഴിമതി എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നത് UDF-ൽ ഉള്ളപ്പോൾ അഴിമതിയും UDF-ൽ ഇല്ലാത്തപ്പോൾ അഴിമതി അല്ലാത്തതുമാകുന്നില്ലല്ലോ. UDF വിടുന്നതോടുകൂടി അഴിമതി ഉള്ള ആൾ വിശുദ്ധനാക്കി മാറ്റപ്പെടുന്നില്ലല്ലോ.
അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിനായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അധികം വിമർശിക്കാനുള്ള ആളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. പക്ഷേ 5 വർഷം കഴിഞ്ഞ് വേറൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു. UDF ഉണ്ടെങ്കിൽ അഴിമതി, LDF വരികയാണെങ്കിൽ അഴിമതി ഇല്ലാത്തത് എന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു കാര്യത്തെ, ഒരു രാഷ്ട്രീയ സംഭവത്തെ വിശദീകരിക്കാനാവുക? അല്ല, ഈ അഴിമതി നടത്തിയവരുടെ അഴിമതി ഒന്നും ഇല്ലാതായി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ പറയൂല. അഴിമതി ബൂർഷ്വാ രാഷ്ട്രീയത്തിന്റെ അഭേദമായ ഭാഗമാണ്. ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ അഴിമതി ഇല്ലാത്തവർ വളരെ കുറവാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെയാണ്. ഞങ്ങൾ ഇതിന് KM മാണിയായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കും. നിങ്ങൾ ഈ ആക്ഷേപം ഞങ്ങൾക്കെതിരായിട്ട് പറയണമെങ്കിൽ ഞങ്ങൾ KM മാണിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കണം, തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കണം. അങ്ങനെ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. UDFന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ദൗത്യമാണ്, രാഷ്ട്രീയ ചുമതലയാണ്. അവിടെ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ ഉപയോഗിക്കില്ലേ? സ്വാഭാവികമല്ലേ? അത് ചെയ്യണ്ടേ? ചെയ്യാതിരുന്നാൽ എന്താ സ്ഥിതി? അപ്പൊ UDF ഈ രാജ്യത്ത് തകരേണ്ട ഒരു രാഷ്ട്രീയമാണ്. ആ UDF രാഷ്ട്രീയത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്ന നിലപാടുകൾ സ്വീകരിക്കുക. അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അതിലെന്തിനാ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ശരി, അതാണ് CPM-ന്റെ ചോദ്യം. ന്യായമല്ലേ ആ ചോദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു LDF തരംഗമുണ്ടാകുമ്പോഴും വീഴാതെ പിടിച്ചു തന്നിട്ടുള്ള 2 ജില്ലകൾ മലപ്പുറവും കോട്ടയവുമാണ്. അവിടെ 2 ജില്ലകളിലും ഘടകകക്ഷികളുടെ ബലം പ്രധാനമായിരുന്നു. അങ്ങനെ LDF-നെ സംബന്ധിച്ച് തരംഗമുണ്ടാകുന്ന സമയത്ത് പോലും അപ്രാപ്യമായ ഒരിടമാണ് കോട്ടയം. അവിടെ UDF-ന് യോജിപ്പുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലല്ലോ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൗത്യം. നിങ്ങളെ തമ്മിൽ പരമാവധി അകറ്റാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ അവരത് പ്രയോജനപ്പെടുത്തും. അത് വളരെ ലളിതമായ ഒരു രാഷ്ട്രീയമല്ലേ? അതിൽ പക്ഷേ കോൺഗ്രസ് വീണുപോകാൻ പാടുണ്ടോ? അഭിലാഷേ, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ബാലകൃഷ്ണപിള്ള UDF-ൽ നിൽക്കുമ്പോൾ അശുദ്ധമായ ഒരു സാധനമായിരുന്നു, ഇപ്പോൾ വളരെ ശുദ്ധമാക്കി കഴിഞ്ഞു. അതുപോലെ KM മാണി UDF-ൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അശുദ്ധമായ ഒരു സാധനമായിരുന്നു, ഇപ്പോൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമായതെല്ലാം ശുദ്ധമാകും. ദയവായി ചാനൽ വന്നിരുന്ന ധാർമ്മികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും ഒന്നും പറയരുത്. P. ശശി ജീവിച്ചിരിക്കുമ്പോൾ, എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ജീവിച്ചിരിക്കുമ്പോൾ, അതുപോലെ തന്നെ സജി ജീവിച്ചിരിക്കുമ്പോൾ, EP ജയരാജൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സരിതയുടെ വീട്ടിൽ പോയി അവർക്ക് വീട് വെച്ച് കൊടുക്കാവുന്നും 1 കോടി രൂപ കൊടുക്കാവുന്നും അവള് തന്നെ ഇന്റർവ്യൂ നടത്തി ഇന്ത്യ ടുഡേ പോയത് ഞങ്ങളുടെയൊക്കെ കയ്യിൽ ആ സാധനം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ചാനലുകൾ വന്നിരുന്ന് ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കരുത്. ഇവിടെ ഇപ്പോ ഇന്ന് BJP-ക്കെതിരെ പറയുന്നു. ഇന്ന് നേമത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ BJP-യുമായി കൂട്ടുചേർന്ന് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ താഴെ ഇറക്കിയിട്ടാണ് ഈ സദാചാര പ്രസംഗം നടത്തുന്നത്. അപ്പോ ചാനൽ വന്നിരുന്ന് BJP-ക്കെതിരാന്ന് പറയും, ഇതൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ദേശാഭിമാനി വായിച്ചാൽ ഇതൊരു പ്രാദേശിക കൂട്ടുകെട്ടല്ല. ഈ കൂട്ടുകെട്ടിനെ എതിർത്ത CPI നഖശികാന്തം ദേശാഭിമാനി വിമർശിച്ചിരിക്കുന്നു. മാത്രമല്ല, ദേശാഭിമാനി വായിക്കുന്നവർക്ക് വരികൾക്കിടയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു പുതിയ തുടക്കത്തിന്റെ ആരംഭമാണ്. യാതൊരു തർക്കവും വേണ്ട. UDF-നെ തകർക്കാൻ മാണിയെ കൂട്ടുപിടിക്കേണ്ട ഗതികേട് ഇവിടെ വന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, UDF തകരില്ല വിജയരാഘവ. നിങ്ങളുടെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 5 വർഷമൊന്നും വേണ്ട LDF-നെ തകർക്കാൻ. ഈ 1 വർഷം കൊണ്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അപജയം, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മൂല്യ തകർച്ച, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രതിച്ഛായ നഷ്ടം, നിങ്ങളൊന്ന് ജനങ്ങളുടെ ഇടയിൽ പോയി ഒന്ന് ഇറങ്ങി അവരുടെ അഭിപ്രായം ഒന്ന് ആരായണം. ആനപ്പുറത്തിരിക്കുമ്പോ താഴെ നിൽക്കുന്നവന്റെ വികാരം അറിയാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോ അധികാരത്തിന്റെ ഹുങ്കാണ്, ദാർഢ്യമാണ്, അധികാരത്തിന്റെ ഗർവാണ്. ജനവികാരം നിങ്ങൾക്കറിയില്ല. ജനങ്ങൾ 1 വർഷം കൊണ്ട് നിങ്ങളെ വെറുത്തിരിക്കുന്നു. അതുകൊണ്ട് UDF ശിഥിലമായി എന്നുള്ളത് നാളെ പിണറായി വിജയൻ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തയ്യാറായാൽ ആ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ കാണിച്ചു തരാം. ശരി, അതാണ് അതിലെ കോൺഗ്രസിന്റെ വെല്ലുവിളി. ശ്രീ A. വിജയരാഘവൻ, ഇതിൽ ഒരു പ്രാദേശിക സഖ്യത്തിന് അപ്പുറമുള്ള രാഷ്ട്രീയം കാണുന്നില്ല CPIM എന്ന് എങ്ങനെ പറയാനാകും? ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള പരാജയം ഞങ്ങളുടെ സഹജീവികളിൽ
ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് CPIയെ വ്യംഗ്യമായി സൂചിപ്പിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഇന്ദിരാഭവനിൽ നിന്ന് ഉയർന്നതിനേക്കാൾ വലിയ വിലാപം കോൺഗ്രസിന്റെ തോൽവിയിൽ മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അതായത് CPIയുടെ ഓഫീസിനെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. ഇങ്ങനെ സ്വന്തം ഒപ്പമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനം തൊടുത്തുവിടേണ്ട കാര്യം എന്താണ്? കോൺഗ്രസ് പരാജയപ്പെട്ടതുകൊണ്ടാണോ CPI വിമർശിച്ചത്? അവർക്ക് അധാർമികം എന്ന് തോന്നിയ ഒരു കാര്യത്തെ വിമർശിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അവകാശമില്ലേ? അല്ല, ഇതില് ഉണ്ടായ ഒരു സംഭവത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണമാണ്. CPIM ഒരു പ്രതികരണം ഉണ്ടാവും. അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അതിലെ രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണത്. UDFനെ തകർക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോ കോൺഗ്രസ് അതിൽ ഭയങ്കര ആത്മവിശ്വാസമാണ് നമ്മുടെ കോൺഗ്രസ്സുകാർക്ക്. ഇപ്പോൾ കണ്ടില്ലേ, അത് ICU കിടക്കുന്ന ഒരു പാർട്ടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കോൺഗ്രസ്. പഴയ കോൺഗ്രസുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നിഴലാണ്. അതിലെ സംഘടനയുടെ കെട്ടുറപ്പ് നമുക്കറിയാം. സ്വന്തം ഉടുമുണ്ട് സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ രാജ്യമാണ്. ഞാൻ അതിന്റെ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അവര് ഇന്നുള്ള അവരുടെ ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പുറത്തു വിട്ടാൽ നാളെ പിണറായി വിജയനെ അങ്ങ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അങ്ങ് പോയി കളയും. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കളയാം. അത് കഴിഞ്ഞ് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാവും. ഇതൊക്കെ വളരെ അങ്ങനെ അകലിച്ചു പോയാൽ അതിൽ വിമർശനമൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നല്ലതാ. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷകൾ എപ്പോഴും സഹായകരമായിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഇക്കാര്യത്തിലെ രാഷ്ട്രീയമായ ഒരു അധാർമികതയുടെയും പ്രശ്നം രൂപപ്പെട്ടു വന്നിട്ടില്ല. UDFിലെ ഒരു തകർച്ചയുടെ ഘട്ടത്തിൽ അത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതാണ്. അനിവാര്യമായ ഒന്നാണത്. അനിവാര്യമായതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്ന ചില ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരും. ആ അഭിപ്രായം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശരി, പക്ഷേ ആന്റണി രാജു, അങ്ങനെ ഇപ്പോ UDFനെ ശിഥിലീകരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമാണോ സത്യം? ഈ KM മാണി വിഭാഗവുമായി നിങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സഖ്യ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് PC ജോർജ്, അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി, മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇടത് മുന്നണി വിളിച്ചിരുന്നു, അന്ന് 21 നിയമസഭാ സീറ്റും 3 ലോക്സഭാ സീറ്റും വാഗ്ദാനം ചെയ്തതാണ്. ആ ചർച്ച ഒരു ഘട്ടത്തിൽ പക്ഷേ വഴിതിരിഞ്ഞു പോയി. പിന്നീട് ബാർക്കോഴയും മറ്റും വരികയും ചെയ്തു. അങ്ങനെ ബാർക്കോഴ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളടങ്ങുന്ന പാർട്ടി അതിനേക്കാൾ മുൻപ് LDFിൽ എത്തില്ലായിരുന്നോ? അല്ല, ഇത് ബാർക്കോഴയ്ക്ക് മുമ്പുണ്ടായിരുന്ന മാണി ഗ്രൂപ്പും ബാർക്കോഴ ആരോപണത്തിന് മുമ്പുണ്ടായിരുന്ന മാണി ഗ്രൂപ്പും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് അങ്ങ് പരിപൂർണമായി നഷ്ടപ്പെട്ട സാഹചര്യമാണ് ആ ബാർക്കോഴ ആരോപണത്തോടെ മാണി ഗ്രൂപ്പിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സമീപഭാവിയിലൊന്നും തന്നെ മാണി ഗ്രൂപ്പുമായി ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM പോലുള്ളൊരു പാർട്ടി നയിക്കുന്ന ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുമാണ് ഓരോ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതും പിരിയുന്നതും ഒക്കെ തന്നെ. ഇവിടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇവിടെ മാണി ഗ്രൂപ്പ് ചെന്ന് പെട്ടിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഇനി എത്രയോ കാലമെടുക്കും. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു 10-15 കൊല്ലത്തേക്കെങ്കിലും ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ മാണി ഗ്രൂപ്പുമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. പിന്നെ അങ്ങ് ചോദിച്ച ഇന്നത്തെ ദേശാഭിമാനിയുടെ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ 2005 CPIയും CPMും ഉൾപ്പെടുന്ന ഞങ്ങളുമൊക്കെ അന്ന് ഘടകകക്ഷിയായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് DICയുമായി കൈകോർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അടവ് നയത്തിന് തയ്യാറായ പാർട്ടിയാണ് LDF ആണെന്ന്. അതിൽ CPIയും ഭാഗവാക്കായിരുന്നു. അപ്പോൾ അന്നൊന്നുമില്ലാത്തതിനേക്കാൾ കൂടുതലൊന്നും ഇന്ന് കോട്ടയത്ത് സംഭവിച്ചിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമായി എന്താ സംഭവിച്ചത്? എവിടെയാണ് തകർച്ചയുണ്ടായത്? അത് UDFിൽ തകർച്ചയുണ്ടായി. UDFിനകത്തുള്ളൊരു കക്ഷി ഭിന്നിപ്പിലേക്ക് പോകുന്നു. UDF എന്ന് പറഞ്ഞ മുന്നണി സംവിധാനം തകർന്നിരിക്കുന്നു. അതിനൊരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിൽ അതിനകത്ത് ധാർമ്മികത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ആന്റണി രാജു ഒരു 3 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ വേണ്ട അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ ഇച്ചിരി വീക്കായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ KM മാണിയുടെ പാർട്ടി ഉണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ അവസരമാണ് എന്ന് കരുതി ഒരു അടവ് നയം വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോഴും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരും. അല്ല അഭിലാഷ്, അവിടെയാണ് നമ്മുടെ മുന്നിൽ DICയുടെ ഉദാഹരണമുള്ളത്. ശ്രീ K കരുണാകരനും മുരളീധരനും അടങ്ങുന്ന DICയെ ലോക്കൽ ബോഡി ഇലക്ഷന് ഘടകകക്ഷിയെപ്പോലെ തന്നെ സഖ്യമുണ്ടാക്കി പോയെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ മാനതയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമെത്തിയപ്പോൾ
DICയോട് ഇടതുപക്ഷം എടുത്ത രാഷ്ട്രീയ നിലപാട് അതെന്താണെന്നുള്ളത് വ്യക്തമുള്ള സ്ഥിതിക്ക് മാണി ഗ്രൂപ്പിനുള്ള പോലൊരു പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണിയുടെ വാതിലുകൾ തുറക്കുമെന്ന് രാഷ്ട്രീയമറിയുന്ന ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് 80-82 കാലഘട്ടത്തിൽ നയനാരുടെ മന്ത്രിസഭയെ ബ്രൂട്ടസിനെ പോലെ പിന്നിൽ നിന്ന് കുത്തിയ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ തകർത്തെറിഞ്ഞ നയനാരുടെ ആത്മാവ് പോലും പൊറുക്കാത്ത ആ മാണിയുമായി ഈ പതിറ്റാണ്ടിലൊന്നും തന്നെ ഇടതുപക്ഷത്തിന് CPM-ന് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതിന് ചിന്തിക്കാൻ കഴിയില്ലെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴായിരിക്കും അത് കൂടുതൽ ശരിയാവുക. ശ്രീ NP ചേക്കുട്ടി, മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ അസാധ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? KM മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ഒരു കാലത്തും ഇടതു മുന്നണിയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെടില്ല എന്ന് നമുക്ക് ഇപ്പോഴേ പറഞ്ഞു വെക്കാൻ സാധിക്കുമോ? അങ്ങനെയൊന്നും ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വളരെയേറെ ഡിസ്ക്രെഡിറ്റഡ് ആയിരിക്കുന്ന, രാഷ്ട്രീയമായിട്ട് ഒരു നിലയ്ക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നും കൊണ്ടുവരാനില്ലാത്ത, യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം പോലും നഷ്ടപ്പെട്ടു വരുന്ന ഒരു വളരെ വയോവൃദ്ധനായിട്ടൊരു നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഇടപാടിനെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതുകൊണ്ട് എന്ത് രാഷ്ട്രീയമായ നേട്ടമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ മാണിയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയിലെ മഹാഭൂരിപക്ഷ ആളുകളും അദ്ദേഹത്തിന് കൂടെ നിൽക്കാനിടയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം രാഷ്ട്രീയമായിട്ട് ലാഭകരമായിട്ടത് ഉള്ളത് അവർ ചെയ്യും. ഇടതുപക്ഷത്തിൻ്റെ പൊതുവിലുള്ള ദേശീയ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാലും അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും മാണിയെ എടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ട് ഇപ്പം കാണാൻ കഴിയില്ല. മാണിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ധാരണയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ മാണിക്ക് അവസാനം വല്ല BJPയുടെ കൂട്ടുകെട്ട് വല്ലതും വേണ്ടി വരും. അതല്ലാണ്ട് മറ്റ് ഗതിയൊന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്. ഇടതുപക്ഷം അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ആ മാണിയെ പോലെ ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിന് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത്രത്തോളം വളരെ ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കരിയറാണ് സമീപകാലത്ത് മാണിയുടേത്. റൈറ്റ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതിപ്പോൾ നമ്മൾ KM മാണിയും ജോസ് കെ മാണിയും മാത്രമുള്ള ഒരു സംവിധാനം എന്നാലോചിച്ചാൽ അങ്ങനെ തോന്നുമെങ്കിലും ഒരു കർഷക കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൽ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, സഭയുടെ തന്നെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട കർഷക സംഘടനയായ ഇൻഫാം ഉണ്ട്, മറ്റു ചിലരുണ്ട്. ഒരു മെത്രാനാണ് ഇതിൻ്റെ മുഴുവൻ ഏകോപനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മാധ്യസ്ഥം എന്ന് PC ജോർജിനെ പോലെയുള്ള ആളുകൾ ആരോപിക്കുന്നു. ഇതുവരെ ബാലികേറ മലയായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചിരുന്ന ക്രൈസ്തവ ബെൽറ്റിലേക്ക്, വിശേഷിച്ച് മധ്യ കേരളത്തിൽ കയറാനുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് CPIM-ന് ഉണ്ട് എങ്കിൽ കോൺഗ്രസ് അതിനൊപ്പം നിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അതിനകത്ത് വളരെ വ്യക്തമായി പറയാം. ഇവിടെ വിജയരാഘവൻ പറഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ ICU-ലാണ്, മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ എപ്പോൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ കാറ്റ് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയ ഒരു പാർട്ടിയാണോ ഈ മാർക്സിസ്റ്റ് പാർട്ടി? ഇപ്പൊ ബംഗാളിൽ ഇലക്ഷൻ നടന്നു, 3-ാം സ്ഥാനത്താണ്, അവിടെയും കെട്ടിവെച്ച കാശ് പോയി. ഇന്ത്യയിൽ 13 സംസ്ഥാനം BJP ഭരിക്കുമ്പോൾ 7 കോൺഗ്രസ് ഭരിക്കുന്നു. ഇന്ത്യയിൽ ബാക്കി മിക്കവാറും എല്ലാ സ്ഥലത്തിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. ഞങ്ങളുടെ സാന്നിധ്യമില്ലാത്ത 29 സംസ്ഥാനങ്ങളിൽ 7 സംസ്ഥാനം ഉള്ളത്. അപ്പോ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ബംഗാളിൽ എന്നേക്കുമായി പോയി ത്രിപുര എന്ന കൊച്ചു സ്റ്റേറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പോകുമെന്ന് പറയുന്നത് അണ്ണാൻ ആനയെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നതിന് തുല്യമാണ്. ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ കേരള കോൺഗ്രസ്, ഇവിടെ ആന്റണി രാജു പറഞ്ഞു ഒരിക്കൽ ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ് എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാവുമെന്ന് ആന്റണി രാജു തെറ്റിദ്ധരിക്കണ്ട. ഒരിക്കൽ DIC-യുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ ഒരു അകൽച്ച ആരാ കാരണക്കാരൻ? അച്യുതാനന്ദനാണ്. അദ്ദേഹം ശക്തമായി എതിർത്തുകൊണ്ടാണ് DIC-ക്ക് കരുണാകരനും ഒന്നും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു ഐക്യമുണ്ടാക്കാൻ സാധിക്കാതെ പോയത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് പിളർപ്പുണ്ടാക്കിയില്ലേ? ആന്റണി രാജു അടക്കമുള്ള നേതാക്കന്മാരെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അടർത്തിയെടുത്ത് ഇടതുപക്ഷ മുന്നണി കൊണ്ടുപോയില്ലേ? ഇവർക്കൊക്കെ ഇവർ ചോദിച്ച സീറ്റുകൾ കൊടുത്തില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റ് നേടി അധികാരത്തിൽ വന്നിട്ടേ. എന്നിട്ട് എന്റെ കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റിലും
അവർ തോറ്റു. ആരെങ്കിലും മോശക്കാരാണോ? ആന്റണി രാജു മോശക്കാരനാ? KC ജോസഫ് മോശക്കാരനാ? ഫ്രാൻസിസ് ജോർജ് മോശക്കാരനാ? മത്സരിച്ച ഏതെങ്കിലും ഒരാൾ മോശക്കാരനാണോ? അല്ല. കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. ആ ജനസമൂഹം ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും അറിയപ്പെടുന്ന നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണം ഏത് കൂട്ടായ്മ വിളിച്ചു കൂട്ടിയാലും ആ കൂട്ടായ്മയുടെ തലപ്പത്തിരിക്കുന്നവരല്ലാതെ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. ആ സമൂഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു തർക്കവും വേണ്ട. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുമായി ഐക്യമുണ്ടാക്കും. ആ ഐക്യം അവരുടെ വിനാശത്തിനാണെന്നല്ലാതെ. ശരി, ശ്രീ ആന്റണി രാജു, ഞാൻ അങ്ങേക്ക് സമയം തരാം. അതിനു മുൻപ് ശ്രീ A. വിജയരാഘവൻ, അങ്ങനെ രാഷ്ട്രീയമായി വിനാശകരമായ ഒരു തീരുമാനം അടവു നയം എന്ന പേരിലെങ്കിലും ഇടതുമുന്നണി എടുക്കാൻ സാധ്യതയുണ്ടോ? LDFിലേക്ക് എടുക്കണമെന്നില്ലല്ലോ. കോട്ടയത്തോ മറ്റെവിടെയെങ്കിലുമോ ഒക്കെ ടാക്ടിക്കലായി സപ്പോർട്ട് ചെയ്താലും മതി. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന് ഇപ്പോഴേ ആലോചിക്കേണ്ടേ? ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അദ്ദേഹത്തിൽ സാങ്കേതികമായ തടസ്സമുണ്ടെന്ന് കരുതുന്നു. ശ്രീ ആന്റണി രാജു, നിങ്ങളുടെ പാർട്ടിക്ക് ജനാധിപത്യ കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള അനുഭവം ഇവിടെ വിശദീകരിക്കുകയുണ്ടായ രാജ്മോഹൻ ഉണ്ണിത്താൻ, KM മാണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവോ അല്ല വിഷയം. അവിടെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ഇങ്ങനെ നേതാവിന് ഒരു ദിവസം തോന്നുന്നതിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളാണോ? ഇപ്പോൾ KM മാണിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇടതുപക്ഷത്തേക്ക് പോയി എന്ന് കരുതിയത് കൊണ്ട് ആ അണികൾ അപ്പാടെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന വിഭാഗം അപ്പാടെ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുമോ? അത് കേരള കോൺഗ്രസ് ബെൽറ്റിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അതിന്റെ ചരിത്രം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്തതുകൊണ്ടാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലാക്കണം, അന്ന് പഴയ ജോസഫ് വിഭാഗം ഇടതുപക്ഷ മുന്നണിയോടൊപ്പം കൂടിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടകളിലെ സീറ്റുകളാണ് പരാജയപ്പെട്ടത്. അവിടെയൊക്കെയാണ് ഒരിക്കലും ഇടതുപക്ഷ മുന്നണി ജയിക്കാത്ത സീറ്റുകളിൽ നിന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഐക്യമുന്നണിയെ പരാജയപ്പെടുത്തി ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച് MLA ആയതും പല സീറ്റുകളിൽ MP-മാരെ ഉണ്ടാക്കിയത് ഒരു കാലത്തും LDF ജയിക്കാത്ത സീറ്റുകളിലാണ്. അതങ്ങ് മറന്നു പോകരുത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ രാഷ്ട്രീയ നിലപാടെടുത്തത് കൊണ്ടുള്ള ആ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷ അനുഭാവികൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ആ സീറ്റുകൾ വിജയിക്കാതെ പോയത്. ഒരു കാര്യം കൂടി ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെ ഇപ്പം പറഞ്ഞാലും ഒരു ബിരിയാണിയും വെച്ചൊരു പായസവും വെച്ച് കൂട്ടി മാണിയെയും കൂട്ടിയിരുത്തി 4 പടവും എടുത്ത് മനോരമ പോലുള്ള പത്രങ്ങളിൽ 4 മാസം എടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നാൽ ഇതൊക്കെ മാറി നിങ്ങൾ അവരുമായി പഴയതുപോലെ ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രം അറിയുന്ന ആർക്കാ വിശ്വസിക്കാൻ കഴിയുക? ഇതുപോലെ ഇതിനു മുമ്പ് പല പാർട്ടികളുമായി നിങ്ങൾ തെറ്റിപ്പിരിയുകയും പായസം ഉണ്ടാക്കി വെച്ച് ഫോട്ടോ എടുത്ത് കാണിച്ച് നിങ്ങൾ തലേ ദിവസം പോയാൽ പിറ്റെന്ന് കൂട്ടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടി മുന്നണി ഉണ്ടാക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നു, ശ്രീ KM മാണിക്ക് ഇടതുപക്ഷ മുന്നണിയുടെ വാതിൽ അടഞ്ഞതോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിയായി തന്നെ വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ഫോട്ടോ പോസ്റ്റ് നടത്തി നിങ്ങൾ അല്ലാതെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നെഞ്ചിൽ കയറ്റിപ്പോൾ പറയാമോ ഒരു കാരണവശാൽ ശ്രീ മാണി ഗ്രൂപ്പ് എന്നുള്ള പ്രസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ UDFിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്ന് നെഞ്ചിൽ കയറ്റി പറയാൻ? എനിക്ക് സമയമില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ? നയം മാറും, തീരുമാനം മാറും, നിങ്ങളെല്ലാം ഒന്നാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഇവിടെ ചേക്കൂട്ടി പറഞ്ഞതുപോലെ കോൺഗ്രസ് തീർച്ചയായിട്ടും ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഇവിടെ ചേക്കൂട്ടി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് UDF അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഷർദിൽ വീണ്ടും ഭക്ഷിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും മാണിയെയും മകനെയും UDFിൽ കൊണ്ടുവരാനോ അവരുമായി ഒരു ഐക്യമുണ്ടാക്കാനോ കോൺഗ്രസും UDFും തയ്യാറാകില്ല. ഇത് എപ്പോഴും പറയുന്ന പോലല്ല ആന്റണി രാജു. ഒരു കാരണവശാലും മാണിക്കും മകനും ഈ മുന്നണിയിൽ ഇനി ഇടം കിട്ടില്ല.
വ്യക്തമാണ് നിലപാട്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആന്റണി രാജു, ശ്രീ എ വിജയരാഘവൻ, ശ്രീ NP ചെക്കുട്ടി, ശ്രീ ജോസഫ് എം പുതുശ്ശേരി സംസാരിച്ചതിന്. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് പോലീസ് മേധാവി TP സെൻകുമാർ. തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് കരുതുന്നില്ല. പോലീസിന് ഉപദേഷ്ടാവില്ലെന്നും രമൺ ശ്രീവാസ്തവ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരായ തുടർ നടപടികളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും സെൻകുമാർ പറഞ്ഞു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.